നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിന്റെ മരണം ദുരൂഹതയെന്ന് ബന്ധുക്കൾ. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരത്തേക്ക് മാറ്റി. മഴ ചതിച്ചതോടെ കാലിക്കടവിൽ നടന്നുവന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നിർത്തിവെച്ചു. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബർ 1 തൃശൂരിൽ നടക്കും. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ റോപ്പ് റെസ്ക്യൂ സാങ്കേതിക പരിശീലനം തുടങ്ങി. വയനാട് ഉൾപ്പെടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിശീലനം. കർഷക സംഘം മഞ്ചേശ്വരം ഏരിയ കൺവെൻഷൻ ഹൊസങ്കടിയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നവമാധ്യമ ശില്പശാലയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പാണക്കാട് മുഈൻ അലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. ജയരാജൻ കാനാടിന്റെ തുളു നാടകവേദി പുസ്തകം പ്രകാശനം ചെയ്തു. പരിപാടിയിൽ VR സദാനന്ദൻ മാഷിനെ അനുസ്മരിച്ചു. വാർത്തകൾ വിശദമായി. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. കൊല്ലം തെന്മല ഉരുക്കുളം സ്വദേശിനിയായ SK സ്മൃതിയെ ഹോസ്റ്റൽ മുറിയിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന സംശയമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് ട്രെയിനിയായ സ്മൃതിയെ ഹോസ്റ്റൽ മുറിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെ ജോലി കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെയാണ് സ്മൃതി ഹോസ്റ്റൽ മുറിയിലെത്തിയത്. ഹോസ്റ്റലിന്റെ 1ാമത്തെ നിലയിലെ മുറിയിൽ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ കട്ടിലിന്റെ മുകളിലത്തെ കമ്പിയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ കൊല്ലത്ത് നിന്നും ബന്ധുക്കളെത്തി. സ്മൃതിയുടെ പിതാവ് അസുഖബാധിതനായതിനാൽ പിതൃസഹോദരൻ ഉൾപ്പെടെയുള്ളവരാണ് ബന്ദിയോടെത്തിയത്. സ്മൃതി തൂങ്ങി മരിച്ചതല്ലെന്നും കൊലപാതകമാണെന്നുമുള്ള സംശയമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത്. DMO ഹോസ്പിറ്റലിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ആ കുട്ടി ഒരു ദുരവസ്ഥ സാഹചര്യത്തിൽ മരിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്ക് സംശയമുള്ളതിനാൽ ഈ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടുത്തെ പോലീസ് മേധാവികൾക്കും മറ്റുള്ള അധികാരപ്പെട്ടവർക്കും വിളിച്ച് കാണിക്കുകയും ചെയ്തു. സംശയം തോന്നാനുള്ള ഒരു കുട്ടി കട്ടിലാണ് ആ കുട്ടി കയറ് കെട്ടി തൂങ്ങി ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അല്ലാതെ തൂങ്ങിക്കിടക്കുമല്ല, കട്ടിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ നമുക്ക് സംശയമുണ്ട്. പോലീസ് പരാതി നൽകിയത് ഇപ്പോൾ നൽകും. നമ്മളിവിടെ വന്നത് നേരിട്ട് എല്ലാവരും ഇവിടെ ഒന്ന് കാണുമായിരുന്നു. ശേഷം അവിടെ പരാതി കൊടുക്കാൻ പോലീസ് മേധാവികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷമാണ്. ആശുപത്രിയിലെത്തിയ രോഗിക്ക് ആന്റിബയോട്ടിക്കിന് പകരം സ്മൃതി പനിയുടെ ഇഞ്ചക്ഷൻ നൽകിയിരുന്നതായി ആശുപത്രി അധികൃതർ പറയുന്നു. ഇക്കാര്യം ഡോക്ടർ സ്മൃതിയോട് ചോദിച്ചിരുന്നു. ഇതിന്റെ വിഷമത്തിലായിരുന്നു സ്മൃതിയെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. സ്മൃതി എന്ന് പറഞ്ഞ കുട്ടി ഞങ്ങളുടെ അടുത്ത് ജൂണിൽ ജോയിൻ ചെയ്തു. 3 months ആയിട്ടുള്ള ട്രെയിനിങ് പീരീഡിലായിരുന്നു. അപ്പോൾ ഇന്നലെ കുട്ടിക്ക് ചെറിയ മാനസിക ഒരു വിഷമം ഉണ്ടായിരുന്നു, അത് നമുക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പെങ്ങളോടും ധരിപ്പിച്ചതാണ്. 12 മണി മുതൽ കുട്ടിയുടെ സിസ്റ്റർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ പറയുന്നുണ്ട്, വിഷയുടെ കാര്യം പറയുന്നുണ്ട്, വിഷമത്തിലാണ്. അത് വിളിച്ച് അഡ്രസ്സ് ചെയ്തതാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു മണിക്കൂറിന് ശേഷമാണ് ഇതുപോലെ കുട്ടി വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് റിസപ്ഷനിൽ നിന്ന് കോൾ വന്നിട്ട് നമ്മൾ വന്ന് ചോദിക്കുമ്പോൾ കുട്ടി മരിച്ച നിലയിൽ ഞങ്ങൾ കാണുന്നത്. അതെ, റിസപ്ഷനിൽ കോൾ വന്നപ്പം സെക്യൂരിറ്റിനെ അറിയിച്ചു. അതിൽ കഥകി മാനസിക വിഷമത്തിലുള്ള കാരണം എന്താണ്? അത് ട്രീറ്റ്മെൻറ്റ് പരമായ ഒരു ചെറിയ മിസ്റ്റേക്ക്, പിഴവുകൾ ആണ് കാരണം. വിശദാംശങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അനുജത്തി സ്വയം ജീവനൊടുക്കിയതല്ലെന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നുമാണ് സ്മൃതിയുടെ സഹോദരിയും ബംഗളൂരിൽ നഴ്സുമായ ശ്രുതിയുടെ വെളിപ്പെടുത്തൽ. 3 വർഷത്തെ നഴ്സിംഗ് പഠനം കഴിഞ്ഞാണ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി സ്മൃതി ബന്ദിയോട്ടെ ആശുപത്രിയിൽ ചേർന്നതെന്നും ശ്രുതി പറഞ്ഞു. ബന്ധുക്കൾ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലുടൻ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന് കുമ്പള പോലീസ് അറിയിച്ചു. കൊല്ലം തെന്മല ഉരുക്കുളം സ്മൃതി ഭവനിൽ കോമളരാജൻ ഷാനി ദമ്പതികളുടെ മകളാണ് സ്മൃതി.
3 മാസം മുൻപാണ് ഈ ആശുപത്രിയിൽ നഴ്സിംഗ് ട്രെയിനിയായി ജോലിയിൽ പ്രവേശിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ രാജി സ്വാഗതാർഹമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അമ്മ എന്ന മഹനീയമായ പേരിന് അപമാനമുണ്ടാക്കുന്ന കാര്യങ്ങൾ പണക്കൊഴുപ്പിന്റെയും ആൺഹുങ്കിന്റെയും പേരിൽ നടന്നു. ആ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചത് നല്ല കാര്യമെന്നും ബിനോയ് വിശ്വം കാസർഗോട്ട് പറഞ്ഞു. ആധികാരികമാണെങ്കിൽ അത് ഉചിതമായ തീരുമാനമാണ്. അമ്മ എന്ന് പറയുന്ന മഹനീയമായ പേരിന് അപമാനമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഘടിതമായ ശക്തിയുടെ പേരിൽ, പണക്കൊഴുപ്പിന്റെ പേരിൽ, ആൺഹുങ്കിന്റെ പേരിൽ നടത്തിക്കൂട്ടിയ ആ സംഘടന തിരിച്ചുവിട്ടെങ്കിൽ നല്ല കാര്യമാണത്. അതിന് പകരമായി അതിൻ്റെ എല്ലാ തെറ്റുകളുടെയും കാരണങ്ങൾ പഠിച്ച് പരിശോധിച്ച് അവയെല്ലാം തിരുത്തിക്കൊണ്ട് മലയാള സിനിമയുടെ അന്തസ്സിനും മഹത്വത്തിനും സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും എല്ലാം ഗ്യാരണ്ടിയുള്ള ഒരു പുതിയ പ്രസ്ഥാനം ഉണ്ടായാൽ നല്ലതാണ്. മഴ ചതിച്ചതോടെ കാലിക്കടവിൽ നടന്നുവന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നിർത്തിവെച്ചു. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബർ 1 തൃശൂരിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ മഴ മൂലം നിർത്തിവെച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് നടത്തേണ്ട ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരങ്ങളും സമാപന ചടങ്ങുമാണ് മഴ മൂലം തുടരാൻ കഴിയാതെ വന്നത്. 24 മുതൽ കാലിക്കടവ് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ കൊല്ലവും പാലക്കാടും ഫൈനലിൽ പ്രവേശിച്ചു. പെൺകുട്ടികളുടെ മത്സരത്തിൽ ആദ്യ സെമിയിൽ തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി മലപ്പുറം ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു. കൊല്ലവും തൃശൂരും തമ്മിലുള്ള 2ാം സെമിയും നടന്നില്ല. ഒരു സെമി ഫൈനലും 2 ഫൈനൽ മത്സരങ്ങളുമാണ് ഇനി നടക്കേണ്ടത്. ഇത് സെപ്റ്റംബർ 1 തൃശൂരിൽ നടത്തുമെന്നും മത്സരം നടക്കുന്ന സ്റ്റേഡിയം പിന്നീട് അറിയിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വയനാട് ഉൾപ്പെടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ റോപ്പ് റെസ്ക്യൂ സാങ്കേതിക പരിശീലനം തുടങ്ങി. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ 2 ദിവസം നീണ്ട പരിശീലനത്തിൽ വിവിധ നിലയങ്ങളിലെ 2 വീതം പ്രതിനിധികളാണ് പങ്കെടുത്തത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന പരിപാടിയിൽ റോപ്പ് റെസ്ക്യൂ ഉൾപ്പെടെ വിവിധ ജീവൻ രക്ഷാ ഇനങ്ങളിലാണ് പരിശീലനം നടന്നത്. സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരൻ, C വിനീഷ്, ജിതിൻ ശശീന്ദ്രൻ, M ജൂബിൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ റീജിയനിലെ 8 സ്റ്റേഷനിലെ പ്രതിനിധികൾക്ക് ഈ മാസം 30, 31 തീയതികളിൽ മട്ടന്നൂർ അഗ്നിരക്ഷാ നിലയത്തിൽ അഡ്വാൻസ്ഡ് റോപ്പ് റെസ്ക്യൂ ട്രെയിനിംഗ് നൽകും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർഷക സംഘം മഞ്ചേശ്വരം ഏരിയ കൺവെൻഷൻ ഹൊസങ്കടിയിൽ നടന്നു. മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷക സംഘടനാ പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ കൺവെൻഷൻ ഹൊസങ്കടി AKG മന്ദിരത്തിൽ നടന്നു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷക സംഘടനാ പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു. കൃഷിയും കർഷക പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനും കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സമ്മേളനം വേദിയൊരുക്കി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന വെല്ലുവിളികളും അവയ്ക്ക് ആവശ്യമായ പരിഹാരങ്ങളും ഉദ്ഘാടന പ്രസംഗത്തിൽ KR ജയാനന്ദ വിശദീകരിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കർഷകർ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. പക്ഷേ അവരെല്ലാം ഇപ്പോഴും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ശരിയായ പിന്തുണ നേടാനും പാടുപെടുകയാണെന്ന് KR ജയാനന്ദ അഭിപ്രായപ്പെട്ടു. ഗീതാ സമാനി അധ്യക്ഷത വഹിച്ചു. കർഷകർക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കൺവെൻഷൻ പ്രയോജനകരമായി. കർഷകർക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ സമൂഹത്തിന് പുരോഗതി ഉണ്ടാകൂ എന്ന് കൺവെൻഷനിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. കർഷക സംഘം മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി അശോക് ഭണ്ഡാരി, ചന്ദ്രഹാസ ഷെട്ടി മാസ്റ്റർ, കമലാക്ഷ കനില എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നവമാധ്യമ ശില്പശാലയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെയും കുമ്പള പ്രസ് ഫോറത്തിന്റെയും സഹകരണത്തോടെ നടത്തുന്ന ശില്പശാലയുടെ ബ്രോഷർ പ്രകാശനം പാണക്കാട് മുഈൻ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെയും കുമ്പള പ്രസ് ഫോറത്തിന്റെയും സഹകരണത്തോടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ശില്പശാലയുടെ ബ്രോഷർ പ്രകാശനം നടന്നു. പാണക്കാട് മുഈൻ അലി ശിഹാബ് തങ്ങൾ ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. പ്രമുഖ എഴുത്തുകാരനും ഗൾഫിൽ മാധ്യമപ്രവർത്തകനുമായ KM അബ്ബാസ് ബ്രോഷർ ഏറ്റുവാങ്ങി. AK ആരിഫ് അധ്യക്ഷത വഹിച്ചു. AK അഷ്റഫ് MLA മുഖ്യാതിഥിയായിരുന്നു.
നവമാധ്യമങ്ങളെക്കുറിച്ച് അവബോധം ശക്തിപ്പെടുത്തേണ്ട കാലമാണിതെന്നും നവമാധ്യമങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കാൻ പൊതുപ്രവർത്തന സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളും സംഘടനകളും മുന്നോട്ട് വരേണ്ട കാലമാണിതെന്നും പാണക്കാട് മുയിൻ അലി ശിഹാബ് തങ്ങൾ ബ്രോഷർ പ്രകാശന ചടങ്ങിൽ പറഞ്ഞു. മഞ്ചേശ്വരം, കാസർഗോഡ് താലൂക്കുകളിലെ വിദ്യാലയങ്ങളിലെ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്കാണ് ശില്പശാലയിൽ അവസരം. സെപ്റ്റംബറിലാണ് ശില്പശാല നടക്കുക. KM അബ്ബാസ് മോഡറേറ്ററാകും. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശില്പശാലയിൽ ക്ലാസ് എടുക്കും. KJU ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഉളുവാർ, പ്രസ് ഫോറം പ്രസിഡന്റ് സുരേന്ദ്രൻ ചീമേനി, മുഹമ്മദ് റഫീഖ്, അസീസ് മെരിക്കെ, ഗഫൂർ എരിയാൽ, കുഞ്ഞി കരക്കണ്ടം, അഷ്റഫ് മീപ്പുകിരി, BN മുഹമ്മദ് അലി, യൂസഫ് ഉളുവാർ, TM ഷുഹൈബ്, ഇബ്രാഹിം ബത്തേരി, KV യൂസഫ്, BA റഹ്മാൻ, KMA സത്താർ, അബ്ദുൽ ലത്തീഫ് കുമ്പള, അബ്ദുല്ല കുമ്പള, സൈനുദ്ദീൻ അടുക്ക, KM അസീസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി ജനറൽ കൺവീനർ അഷ്റഫ് കർല സ്വാഗതവും മുഹമ്മദ് കുഞ്ഞിക്കുമ്പോൾ നന്ദിയും പറഞ്ഞു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. തൃക്കരിപ്പൂരിൽ വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശോഭയാത്ര നാടിന് വർണ്ണപ്പൊലിമ പകർന്നു. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിശ്ചല ദൃശ്യങ്ങളും വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളുമെല്ലാം തെരുവീഥികളെ അമ്പാടിയാക്കി. തൃക്കരിപ്പൂരിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ഉറിയടിയും വാദ്യഘോഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയ ശോഭായാത്രയിൽ നൃത്തം ചവിട്ടിയും പുല്ലാങ്കുഴൽ വീശിയും നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും കൂടെ ഗോപികമാരും വീഥികളെ അമ്പാടിയാക്കി. ഉദനൂർ ക്ഷേത്രപാലക ക്ഷേത്രം, കൊയോങ്കര ആലിൻകീഴിൽ മുത്തപ്പൻ മടപ്പുര, ചെറുകാനം മാപ്പിട്ടശ്ശേരി അങ്കക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, പേക്കടം കുറുവാപ്പള്ളിയാറ ദേവസ്ഥാനം, മീലിയാട്ട് സുബ്രഹ്മണ്യ കോവിൽ, മേനോക്ക് മുത്തപ്പൻ മടപ്പുര എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വിവിധ യൂണിറ്റുകളുടെ ശോഭായാത്രകൾ തങ്കയംമുക്കിൽ സംഗമിച്ചു. തുടർന്ന് മഹാശോഭയാത്രയായി തൃക്കരിപ്പൂർ ടൗണിലെ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ചെയർമാൻ KV രാജൻ, ആഘോഷ പ്രമുഖ് PV മനുരാജ്, K രവീന്ദ്രൻ, T കുഞ്ഞിരാമൻ, AM രാജഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ ഭാഗമായി തുമിനാട്ടിൽ പൊതുമൊസറുകുടിക്കെ മഹോത്സവം നടന്നു. സാമൂഹിക പ്രവർത്തകനും ധാർമ്മിക നേതാവുമായ ശ്രീകൃഷ്ണ ശിവകൃപ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് തുമിനാട്ടിൽ പുതു മൊസറുകുടിക്കെ മഹോത്സവം ആവേശത്തോടെ നടന്നു. സദാശിവ കണ്ണുതീർത്ത ദീപം തെളിയിച്ചു. സാമൂഹിക പ്രവർത്തകനും ಧಾರ್ಮಿಕ നേതാവുമായ ശ്രീകൃഷ്ണ ശിവകൃപ ഉദ്ഘാടനം ചെയ്തു. ಇವತ್ತು ಕೃಷ್ಣ ಹುಟ್ಟಿದ ದೀಪೋತ್ಸವ ನಮ್ಮ ಪ್ರಕಾರ ಮೊಸರುಗುಡಿಕೆ ಅಂದರೆ ಅದು ನಾಳೆ ದಿವಸ. വിഷ്ണേഷ് അധ്യക്ഷനായി. മോഹൻ ഷെട്ടി, മഞ്ജു ബിൽച്ചപ്പാട, ജയന്ത M, കമലാക്ഷ, പവൻകുമാർ, ബാലകൃഷ്ണ, ജയറാം ഷെട്ടി, സുനിൽകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. തുമിനാട് കട്ടയിൽ നിന്ന് വാദ്യമേളത്തോടെ ആരംഭിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ മൊസറുകുടിക്കെ ഘോഷയാത്ര ബ്രഹ്മശ്രീ മുഖേര മഹാകാളി മഠത്തിൻ്റെയും ശ്രീ മഹാകാളി ഭജന മന്ദിരത്തിൻ്റെയും പരിസരത്ത് സമാപിച്ചു. മഞ്ചേശ്വരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജയരാജൻ കാനാടിൻ്റെ തുളു നാടകവേദി പുസ്തകം പ്രകാശനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ഏരിയ കമ്മിറ്റി, EMS ഗ്രന്ഥാലയം നുള്ളിപ്പാടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായന സന്ധ്യയിലാണ് പുസ്തക പ്രകാശനം നടന്നത്. പരിപാടിയിൽ VR സദാനന്ദൻ മാഷിനെ അനുസ്മരിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KV കുമാരൻ മാസ്റ്റർ, ഡോക്ടർ AM ശ്രീധരൻ എന്നിവരെ ആദരിച്ചു.
എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ ജയരാജൻ കാനാടിന്റെ തുളു നാടകവേദി പുസ്തകം കണ്ണൂർ സർവകലാശാല ബഹുഭാഷാ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ AM ശ്രീധരൻ പ്രകാശനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി ഹാളിൽ പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ഏരിയ കമ്മിറ്റിയും EMS ഗ്രന്ഥാലയം നുള്ളിപ്പാടിയും ചേർന്ന് സംഘടിപ്പിച്ച വായനാസന്ധ്യയിലായിരുന്നു പ്രകാശനം. KV കുമാരൻ പുസ്തകം പരിചയപ്പെടുത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P ദാമോദരൻ, പ്രസിഡന്റ് E ജനാർദ്ദനൻ, KV മണികണ്ഠദാസ്, ബാലകൃഷ്ണൻ ചെറുക്കള, KV ഗോവിന്ദൻ, K ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. VR സദാനന്ദൻ മാഷ് അനുസ്മരണവും സംഘടിപ്പിച്ചു. തുടർന്ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KV കുമാരൻ മാസ്റ്റർ, ഡോക്ടർ AM ശ്രീധരൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് താലൂക്ക് NSS യൂണിയൻ കരയോഗം അനുമോദന യോഗം സംഘടിപ്പിച്ചു. NSS മന്ദിരത്തിൽ നടന്ന പരിപാടി സംസ്ഥാന മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് താലൂക്ക് NSS യൂണിയൻ കരയോഗം അനുമോദന യോഗം സംഘടിപ്പിച്ചു. NSS മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ കരയോഗ അംഗങ്ങളുടെ മക്കളിൽ +2, ഡിഗ്രി, PG, റാങ്ക്, പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. സംസ്ഥാന മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ യോഗം ഉദ്ഘാടനം ചെയ്തു. NSS യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ അഡ്വക്കേറ്റ് A ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. വനിതാ യൂണിയൻ പ്രസിഡന്റ് സ്മിത ബാലകൃഷ്ണൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാസർഗോഡ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് C ഭാസ്കരൻ നായർ സ്വാഗതവും യൂണിയൻ സെക്രട്ടറി E അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓണത്തെ വരവേൽക്കുവാനൊരുങ്ങി കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സ്. ഓണ തകൃതി ലോഗോ പ്രകാശനം നടന്നു. വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് ശോഭിക വെഡ്ഡിങ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വസ്ത്രവ്യാപാര രംഗത്ത് ഉപഭോക്താക്കളുടെ പ്രിയ സ്ഥാപനമായ കാഞ്ഞങ്ങാട് ശോഭിക വെഡ്ഡിങ്സ് ഓണത്തെ വരവേൽക്കാനൊരുങ്ങിക്കഴിഞ്ഞു. വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരമാണ് ശോഭിക വെഡ്ഡിങ്സ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓണപ്പുലരിയെയും മാവേലിയെയും തകൃതിയായി വരവേൽക്കാൻ ശോഭിക വെഡ്ഡിങ്സ് ഒരുക്കുന്ന ഓണത്തകൃതിയുടെ ലോഗോ പ്രകാശനം നടന്നു. ബിഗ് മാൾ ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, ക്രസന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത ടീച്ചർ എന്നിവർ ചേർന്ന് ലോഗോ പ്രകാശനം ചെയ്തു. ഓണം അല്ലാതപ്പോൾ നമുക്ക് പുടവ എടുക്കണമെങ്കിൽ പോലും നമുക്കിന്ന് കാഞ്ഞങ്ങാട് ആശ്രയിക്കാവുന്ന ഒരു ഷോപ്പ്, കാഞ്ഞങ്ങാടല്ല കാസർഗോഡ് ജില്ലയിലായാലും ഈ നോർത്ത് കേരളയിലായാലും എവിടെയായാലും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു ഷോപ്പാണ് ശോഭിക. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഓണത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെയും ഓണത്തെക്കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്നിരുന്നാലും ഓണം എന്ന് പറയുമ്പോൾ ഓണസദ്യയും ഓണപ്പാട്ടും ഓണപ്പൂക്കളും ഓണപ്പുടവയും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എത്തിച്ചേരുന്നത്. ഷോറൂം മാനേജർ മൻസൂർ സ്വാഗതവും സൂപ്പർവൈസർ മജീദ് നന്ദിയും പറഞ്ഞു. HR എക്സിക്യൂട്ടീവ് അഞ്ജലി പരിപാടി നിയന്ത്രിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രാജപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഴയാത്ര നടത്തി. അപകട മേഖലയിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ രാജപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റാണിപുരത്ത് മഴയാത്ര നടത്തി. ജില്ലാ പ്രസിഡന്റ് KC അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അവരുടെ കയ്യിലുള്ള വേസ്റ്റുകൾ, ഒത്തിരിയേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം മണ്ണിൽ അരിഞ്ഞു ചേരാൻ പാടില്ലാത്ത ഒത്തിരിയേറെ സാധനങ്ങൾ സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്. കേരള സമൂഹം ഒത്തിരിയേറെ ബോധവാന്മാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും യൂത്ത് ആൻഡ് പ്രോ എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ പല ആളുകളും എവിടെയും എന്ത് വലിച്ചെറിയുന്ന സംസ്കാരത്തിൽ നിന്ന് ഇതുവരെയും നമ്മുടെ നാട് മോചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി. യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി മാണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി റെനി ചെറിയാൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി സുഗുണൻ TV, മേഖലാ സെക്രട്ടറി രാജീവൻ, മേഖലാ ട്രഷറർ ബിനു KJ, യൂണിറ്റ് ട്രഷറർ വിനു ലാൽ, മേഖലാ ജോയിന്റ് സെക്രട്ടറി ജസ്റ്റിൻ, യൂണിറ്റ് കമ്മിറ്റി അംഗം രവി കല, ശ്രീനി ലൈക്ക്, ബേബി കൊട്ടോടി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ
സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി സേസപ്പ, വനസംരക്ഷണ സമിതി പ്രസിഡന്റ് മധുസൂദനൻ, സെക്രട്ടറി വിമൽകുമാർ ഡി, പനത്തടി BFO ഷിഹാബുദ്ദീൻ AK എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ 25-26 തീയതികളിൽ ചുള്ളിക്കരയിൽ നടക്കും. സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം തുടങ്ങി. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നവംബർ 25-26 തീയതികളിലായി ചുള്ളിക്കര മേരി ടാക്കീസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സ്വാഗത സംഘം ഓഫീസ് ചുള്ളിക്കരയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോദ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ മണി TV അധ്യക്ഷത വഹിച്ചു. കളാർ പഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ ജോസ് പുതുശ്ശേരി കലായിൽ, കൃഷ്ണൻ കൊട്ടോടി, വിദ്യാധരൻ C, വേണുഗോപാലൻ, അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൃത്ത പരിശീലന ക്ലാസ് ആരംഭിച്ചു. ഹോസ്ദുർഗ് BPC ഡോക്ടർ KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വളർത്തുന്നതിന് പൂർണ്ണ പിന്തുണയുമായി തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൃത്ത പരിശീലന ക്ലാസ് ആരംഭിച്ചു. ഹോസ്ദുർഗ് BPC ഡോക്ടർ KV രാജേഷ് പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ VK സൈനുദ്ദീൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് E രാജൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം വനജ രാജന്റെ ശിക്ഷണത്തിലാണ് നൃത്ത പരിശീലനം. ഇവരുടെ നേതൃത്വത്തിൽ നൃത്തപരിചയവും അവതരണവും നടന്നു. SMC ചെയർമാൻ ഷൺമുഖൻ, PTA വൈസ് പ്രസിഡന്റ് നാരായണൻ, മദർ PTA പ്രസിഡന്റ് പ്രീതി, PTA എക്സിക്യൂട്ടീവ് അംഗം B രാജൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ഹേമലത, നൃത്ത പരിശീലക ദിവ്യ പ്രകാശൻ, ഹോസ്ദുർഗ് BR CRC കോർഡിനേറ്റർമാരായ K ഷാരിക, UV സജീഷ്, C ഷൺമുഖൻ, നാരായണൻ, പ്രീതി, B രാജൻ, ഹേമലത ടീച്ചർ, ദിവ്യ പ്രകാശൻ, K ഷാരിക, UV സജീഷ്, ധനലക്ഷ്മി, AK ദൃശ്യ തുടങ്ങിയവർ സംസാരിച്ചു. നൃത്ത ക്ലാസ് കോർഡിനേറ്റർ പ്രീനി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ നൃത്തവിരുന്നും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബന്ദിയോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിന്റെ മരണം ദുരൂഹതയെന്ന് ബന്ധുക്കൾ. വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരത്തേക്ക് മാറ്റി. മഴ ചതിച്ചതോടെ കാലിക്കടവിൽ നടന്നു വന്ന സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ നിർത്തിവെച്ചു. ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബർ 1 തൃശൂരിൽ നടക്കും. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ റോപ്പ് റെസ്ക്യൂ സാങ്കേതിക പരിശീലനം തുടങ്ങി. വയനാട് ഉൾപ്പെടെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിശീലനം. കർഷക സംഘം മഞ്ചേശ്വരം ഏരിയ കൺവെൻഷൻ ഹൊസങ്കടിയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന നവമാധ്യമ ശില്പശാലയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. പാണക്കാട് മുഈൻ അലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. ജയരാജൻ കാനാടിന്റെ തുളു നാടകവേദി പുസ്തകം പ്രകാശനം ചെയ്തു. പരിപാടിയിൽ VR സദാനന്ദൻ മാഷിനെ അനുസ്മരിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.